Ascent ENT Hospital, Perinthalmanna. As far as North Kerala is concerned, the modern concept of an ENT specialty hospital was a novel one when Ascent ENT Hospital started functioning in 2014. Our understanding about the scope of an ENT specialty hospital vis-a-vis a multi-specialty hospital to maximize the utilization of ENT-related medical technology and to focus on research in ENT was the inspiration behind this initiation. ദക്ഷിണ മലബാറിലെ ആദ്യത്തെ ENT സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി അസെൻറ്റ് ENT ഹോസ്പിറ്റൽ 2014 പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചു. സാധാരണ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു രോഗി പോകുമ്പോൾ പലതരം വിഷമങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധം കൊണ്ട് തന്നെ ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം രോഗികൾക്ക് മാത്രമായി ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ ഒരു റീജിയനിൽ, കേരളത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ തുടങ്ങണമെന്ന ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അസെൻറ്റ് ENT ഹോസ്പിറ്റൽ എന്ന പേരോടെ ഈ ഒരു ആശുപത്രി 2014 ആരംഭിച്ചത്. More than a hospital, Ascent ENT Hospital is becoming the hope and happiness of a lot of patients. The targeted solutions for their problems, the confidence to face difficult situations, and the limitless care they give make Ascent Hospital a different healthcare center. Ascent ENT Specialty Hospital has become the hope of many people who are facing ENT-related issues. There are a lot of people who changed their destiny in this hospital, which is foremost in world-class technology. These heartfelt memories are what they share with us. മോൾക്ക് ആദ്യം കണ്ടത് ഒരു 28 കഴിഞ്ഞിട്ട് ഒരു 30ാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾ ആദ്യം ചെക്കപ്പ് ചെയ്തത്. അതിനുശേഷം അവിടെ പാലക്കാട് വെച്ച് തന്നെ ചെക്കപ്പ് ചെയ്തത്. ബാര ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കൺഫേം ആയത് ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന്. അതിനുശേഷം ഞങ്ങൾ ദുബായിലായിരുന്നു. അവിടെയായിരുന്നു 6 മന്ത്സിന് ശേഷമാണ് ഹിയറിംഗ് എയ്ഡ് വെച്ചത്. അതിനുശേഷം അവിടെ നിന്ന് സർജറി ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയത് കാരണം ഇങ്ങോട്ട് വന്നു. ഇവിടെ ഷർഫുദ്ദീൻ സാറിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് സർജറി ചെയ്യാൻ വേണ്ടി സാറിനെ കണ്ടു. സാർ ഞങ്ങൾ ആദ്യം ഒരു ചെവിയിൽ മാത്രം കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. സാറാണ് പറഞ്ഞത് 2 ചെവിയിലും ചെയ്ത് കഴിഞ്ഞാൽ നന്നായി നോർമൽ ഹിയറിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ സാറിന് പറഞ്ഞതുപോലെ ഞങ്ങൾ ആദ്യം റൈറ്റ് ഇയറിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. അപ്പോൾ നന്നായി തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു 1.5 വയസ്സിലാണ് മോൾക്ക് ആദ്യം ചെയ്തത്. അതിനുശേഷം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റിൽ ചെയ്തത്. അതിനുശേഷം നല്ല തെറപ്പിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, സാധാരണ ഒരുവിധം നോർമലായിട്ട് തന്നെ മോൾ സംസാരിച്ച് തുടങ്ങി. ഇപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഓഫീസിൽ പോയ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവരത് പെട്ടെന്ന് അങ്ങോട്ട് കുറയുന്ന മാതിരി, 2 ചെവി ഇല്ലാത്ത മാതിരി. അപ്പോൾ സർഫുദ്ദീൻ സാറെ വന്ന് കണ്ടു. അതിപ്പോൾ 2013 മാർച്ചൊക്കെ ആയിട്ടാണ് സർഫുദ്ദീൻ സാറെ മീറ്റ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് സർഫുദ്ദീൻ സാറപ്പോൾ പിന്നെ ഒരു കോക്ലിയർ ഇംപ്ലാന്റാണ് സജസ്റ്റ് ചെയ്തത്. അത് നമുക്ക് ഡാമേജുള്ള ചെവി ലെഫ്റ്റ് ഇയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ലെഫ്റ്റ് ഇയർ ചെയ്യാമെന്നുള്ള സജസ്റ്റ് ചെയ്ത് പിന്നെ കുറേ കൗൺസിലിങ്ങൊക്കെ നടത്തി സാറ്. അങ്ങനെ അതിൻ്റെ വരായികളും ഇപ്പോൾ എന്താ വെച്ചാൽ ഏജ് ആയത് കുട്ടികൾക്ക് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ ഏജ് ആയാൽ ഇപ്പം എന്താണ് 50, എനിക്കൊരു 57 വയസ്സിലാണ്. ഏജായി എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അതിനെപ്പറ്റിയൊരു ഇതുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് സാറ് എന്തായാലും നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അതങ്ങനെ സാറിനെ കുറേ പ്രാവശ്യം കൗൺസിൽ ചെയ്ത് 2013 ജൂണിലാണ്, ജൂൺ 10 ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഒരാഴ്ച ആസ്പത്രിയിൽ ഇതായി കിടന്നു.
പിന്നെ അങ്ങനെ ഇമ്പ്രൂവായി 2-3 മാസത്തോളം ഇവിടെ ഇതിന് വന്നു, ഹിയറിങ് തെറാപ്പിക്കൊക്കെ വന്ന് സംസാരം അങ്ങനെ ശരിയാക്കാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഇപ്പോൾ ഹിയറിങ് എയ്ഡ് വെച്ച ചെവിയും കൂടെ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കേൾക്കാനുള്ളൊരു ഇതായി. ഇപ്പോൾ 3 കൊല്ലത്തോളം ആവണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഒരുവിധം നന്നായി കേൾക്കാം. ഹിയറിങ് എയ്ഡ് വെച്ച ചെവിയിൽ നന്നായി കേൾക്കാം, മറ്റേ ചെവിയിൽ നന്നായിട്ടുണ്ട്. രണ്ടിനും സപ്പോർട്ട് കൂടുമ്പോൾ എനിക്ക് നന്നായി കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഒരു ദിവസം ഒരു കല്യാണപ്പെടിനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഇടത് ഭാഗത്തെയും മൂക്കിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് ജലദോഷമാണെന്നാണ് വിചാരിച്ചത് ആദ്യം. പക്ഷേ പിന്നെ കണ്ണീര് പോലെ അങ്ങനെ ഒരു വെള്ളമാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ മഞ്ചേരി അന്ന് ഹസ്ബൻഡിനൊരു ബോഡി ചെക്കപ്പിന് വേണ്ടി പോണ സമയത്ത് അവിടെ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് സംശയം തോന്നി, ഇങ്ങനെ CSF ലിക്വിഡാണ് പറഞ്ഞു. അന്ന് എനിക്ക് എന്താണിതെന്ന് അറിഞ്ഞിരുന്നില്ല, എന്താണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഡോക്ടറോട് ഞാൻ വീണ്ടും ചോദിച്ചു എന്താ അത് സംഭവം. പറഞ്ഞാൽ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അവിടെ ഒരു ENT ഡോക്ടറുണ്ട്, അവിടെ കാണിക്കാൻ പറഞ്ഞു. ഞാനവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ ബുക്ക് ചെയ്ത് അവിടെ ഞാനും ഹസ്ബൻഡും കൂടി ആ ENT ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ തലച്ചോറിന്ന് എന്നുള്ള ആ ലിക്വിഡാണ് ഇത് മൂക്കിൽ കൂടി വരുന്നത്. അപ്പോൾ എന്താ നിങ്ങളൊരു ശ്രദ്ധയില്ലാതെ നടക്കണേ, ഇത് അണുബാധ വരും, പെട്ടെന്ന് പിന്നെ ഇത് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞോടുകൂടി ഞാനവിടെ ബോധം കെട്ട് പെട്ടെന്ന് വീഴലും. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ വന്ന് ഷർഫുദ്ദീൻ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോരുക ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഓപ്പൺ സർജറി ഇല്ലാതെ ഞാൻ വേറെ ഒരു ഇതിൽ ചെയ്യാം, പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഹോള് എന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്ത് ഇത് സ്കാൻ ചെയ്തപ്പോൾ ഈ ഫ്രണ്ടിൽ ഇവിടെ ഈ പുരികത്തിൻ്റെ അവിടെ ഒരു ഹോളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടുപിടിച്ച് ചെവീൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പീസ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. 2011 ജനുവരി 25-നാണ് സർജറി ചെയ്തത്. ഇപ്പോൾ 4 വർഷമായി ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ഇപ്പം ഇല്ല. Ascent has become the last resort of compassion and expectation for the people who have hitherto desperately wandered in many ENT hospitals. ഞാൻ വിക്ടോറിയ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ മൂക്കിന് മണല്ലാതെ ചുരുങ്ങിയതൊരു 40 ഡോക്ടർമാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓരോരുത്തരും ഓരോ ആഴ്ചത്തേക്ക് മരുന്ന് തരും, പക്ഷേ ഒരു ഗുണമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പരസ്യം കണ്ടത്. പരസ്യം റോഡിൽ ഒരു അസൻറ്റ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞുകൊണ്ടൊരു പരസ്യം കണ്ടു. ഇത് നോക്കിയപ്പോൾ ENTക്ക് മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു, വലിയ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ വന്ന ഉടനെ എന്നോട് പെരുമാറിയ ആ പെരുമാറ്റത്തിൽ തന്നെ എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു ജനകീയനായ ഡോക്ടറാണെന്ന്. അതാണ് എന്നെ ഏറ്റവും അധികം ഈ സ്ഥാപനത്തിനെ പറ്റി ആകർഷിച്ചൊരു കാര്യം. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് ശ്രമിക്കുക എന്നല്ലാതെ ഇതിൽ എല്ലാ ഡോക്ടർമാരും പറയുന്ന മാതിരി ഉറപ്പ് തരികയൊന്നും ചെയ്തിട്ടില്ല. ഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെ അദ്ദേഹത്തിൻ്റെ വിവരം കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 30 കൊല്ലമായിട്ട് കിട്ടാത്ത മണം അല്ലെങ്കിൽ സ്മെല്ലിങ് എഫക്റ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഓരോരുത്തരത്ത് പോകുമ്പോഴും ഓരോ ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്യണം, കോയമ്പത്തൂർ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഡോക്ടറെ സംബന്ധിച്ചുള്ള അനുഭവം എനിക്ക് വളരെ വേറിട്ടതാണ്. അതിനുശേഷം 1 കൊല്ലമായിട്ട് ഈ 2 മാസം കൂടുമ്പോൾ ഞാനിവിടെ വരും. ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സ്നേഹവും ഒരു രോഗി എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനെ പോലുള്ളൊരു ഡീലിംഗാണ് ഡോക്ടർ ഷഫറുദ്ദീൻ തരുന്നത്. അപ്പോൾ എനിക്കിത് ഒഴിച്ചുകൂടാത്ത ഇത്രയും ദൂരത്ത് നിന്ന് ഞാൻ വരുന്നെങ്കിലും എനിക്കിതൊരു വളരെ സന്തോഷം. ഡോക്ടറെ കാണാനല്ല വരുന്നത്, ഞാൻ എൻ്റെ ഒരു അനിയനെ കാണാൻ വരുന്ന രീതിയിലാണ് ഡോക്ടറെ കാണാൻ വരുന്നത്. എനിക്ക് വലിയ വലിയ സന്തോഷവും സമാധാനവും ഈ കാര്യത്തിലുണ്ട്. A highlight of Ascent are its well-equipped operation theatres where a lot of operations take place every day. These technological advancements are quite sufficient to bring Ascent Hospital to the forefront of leading hospitals.
ISO അംഗീകാരമുള്ള കേരളത്തിലെ ഏക ENT ആശുപത്രിയായ അസെൻറ്റിൽ അതിവിദഗ്ധരായ ENT സർജന്മാർ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഓഡിയോളജിസ്റ്റ് തുടങ്ങി എല്ലാ വിദഗ്ധരും ഒരു കുടക്കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതുതന്നെയാണ് ഈ ആശുപത്രിയുടെ പ്രത്യേകത. കൂടാതെ ആൻഡ് ഓൾസോ വി ആർ കമ്മിറ്റഡ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് അവൈലബിൾ കെയർ അറ്റ് ആൻ അഫോർഡബിൾ കോസ്റ്റ്. 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം ലഭ്യമാകുന്ന ENT അത്യാഹിത വിഭാഗം ഈ ഹോസ്പിറ്റലിലെ മാത്രം പ്രത്യേകതയാണ്. The humane services provided by our group of dedicated and duty-conscious doctors who often go without rest is one of our prime assets. ലോകോത്തര നിലവാരമുള്ള അത്തരം ചികിത്സാ രീതികൾ പെരിന്തൽമണ്ണ പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ എത്തിക്കുക എന്ന ഒരു സംരംഭമാണ് അസെൻറ്റ് ENT ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കാൻ കാരണമായത്. നിർധനരായ രോഗികൾക്കും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്കും വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരം നൂതന സംവിധാനങ്ങളെ ഉപയോഗിച്ച് വേണ്ട രീതിയിൽ അവർക്ക് ചികിത്സ നൽകുക എന്ന ഉദ്ദേശം ഈ ആശുപത്രി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഏകദേശം 35,000 രോഗികൾ ഇവിടെ ചികിത്സ നേടിയിട്ടുണ്ട്. ഏകദേശം 2,000-ഓളം രോഗികൾക്ക് വിജയകരമായി ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. Dr. Sharafuddin leads an efficient medical team round the clock that can handle any complicated case. We have an audiology department with state-of-the-art equipment, endoscopy unit, lab, X-ray, pharmacy, and a fully equipped ICU. Another highlight is provision of calm and quiet accommodation for patients and their families. Modern medicine is progressing by leaps and bounds, but the benefits are beyond the reach of the common man. Ascent's mission is to bring all this to the lowest strata of society, something that's very appreciable. നമ്മുടെ ശബ്ദത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് കാരണം പലപ്പോഴും ശബ്ദ നാഡികളിൽ അല്ലെങ്കിൽ സൗണ്ട് ബോക്സിൽ നമ്മുടെ ലാരിങ്സിലുണ്ടാകുന്ന ദശകളും മുഴകളുമൊക്കെ ആവാം. അത് കൂടാതെ തന്നെ ശബ്ദനാഡികൾക്കുള്ള ബലക്കുറവ് അല്ലെങ്കിൽ ശബ്ദനാളികളുടെ തളർച്ച, ഇതിനെല്ലാമുള്ള നൂതനമായ ചികിത്സകളും നൂതനമായ സർജറികളും നൂതനമായ ഇഞ്ചക്ഷൻ ലാരിങ്കോപ്ലാസ്റ്റി തുടങ്ങിയ പലതരം ചികിത്സകളും ഇന്ന് അസെൻറ്റ് ENT ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഇത് കൂടാതെ അസെൻറ്റ് ENT ഹോസ്പിറ്റലിൽ നമുക്കൊരു പ്രത്യേകത ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് അസെൻറ്റ് ENT ഹോസ്പിറ്റലിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ് തന്നെ എന്ന് പറയാം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളതുമായ ഒരു ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്കിവിടെയുള്ളത്. കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി പ്യൂർടോൺ ഓഡിയോമെട്രി, സ്പീച്ച് ഓഡിയോമെട്രി, മദ്യകരണത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി ഇമിറ്റൻസ് ഓഡിയോമെട്രി, നവജാത ശിശുക്കളിലെയും കുട്ടികളുടെയും കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി ബറ, ASSR, DPOAE, TEOAE, കോക്ലിയയുടെ ഫംഗ്ഷൻ കണ്ടെത്തുന്നതിനായി ECOG, കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികളുടെ കേൾവി മനസ്സിലാക്കുന്നതിനായി EABR തുടങ്ങിയ ടെസ്റ്റുകൾ ഇവിടെ ലഭ്യമാണ്. തലകറക്കത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി WEMS സിസ്റ്റമുള്ള ബാലൻസ് ക്ലിനിക്കും അതുപോലെ തന്നെ ശബ്ദ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി ബാക്മി പോലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയറുകളും നമുക്കിവിടെ ലഭ്യമാണ്. ലോകോത്തര നിലവാരമുള്ള കമ്പനികളുടെ വാട്ടർ പ്രൂഫ് സാങ്കേതികവിദ്യയുള്ളതും പുറമെ കാണാത്തതുമായ നവീന സാങ്കേതിക വിദ്യയുള്ള ശ്രവണ സഹായികളുള്ള അഡ്വാൻസ്ഡ് ഹിയറിംഗ് സെൻറ്റർ ഈ ഹോസ്പിറ്റലിലുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞവർക്കും പക്ഷാഘാതം മൂലം സംസാരം, ഭാഷ എന്നിവ നഷ്ടപ്പെട്ടവർക്കും മുച്ചുറി, മുച്ചുണ്ട് എന്നിവ മൂലം സംസാര വൈകല്യമുള്ളവർക്കും തൊണ്ടയിലെ ക്യാൻസർ മൂലം സംസാരം നഷ്ടപ്പെട്ടവർക്കും വിക്കുള്ളവർക്കും ഇവിടെ വിദഗ്ധ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി ഇവിടെ ലഭ്യമാണ്. ഈ ഹോസ്പിറ്റലിൽ ബിരുദാന്തര ബിരുദമെടുത്ത 3 പേരും ബിരുദമെടുത്ത ഒരാളും ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ENT ഡോക്ടേഴ്സും ഓഡിയോളജിസ്റ്റും തമ്മിലുള്ള ഒരു ടീം വർക്കാണ് ഇവിടെ ഉള്ളത്. അസെൻറ്റ് ENT ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനസ്തീഷ്യയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ടീം വർക്കാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സർജറികൾ എന്ന് പറഞ്ഞാൽ ENTയിലെ ചെറിയ
സർജറികൾ മുതൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ സർജറികൾ വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലുമായിട്ടും ജനറൽ അനസ്തീഷ്യ വിഭാഗത്തിൽപ്പെട്ട അനസ്തീഷ്യയാണ് കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മോഡേൺ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ലഭ്യമാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫും നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയാണ് പ്രധാനം. അതുമായി ബന്ധപ്പെട്ട് സർജറിക്ക് ആവശ്യമായിട്ടുള്ള അനസ്തീഷ്യ മെഷീനുകൾ, അനസ്തീഷ്യ മോണിറ്ററുകൾ, അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ടുള്ള രോഗിയുടെ പരിചരണത്തിനായിട്ടുള്ള ICU, വെൽ എക്യുപ്ഡ് ICU വിത്ത് വെന്റിലേറ്റർ എല്ലാം നമുക്ക് ലഭ്യമാണ്. Ascent is a beacon of hope for children born deaf and those whose hearing fades with age. സാർ പറഞ്ഞു, നിനക്ക് ഞാൻ കേൾവി എന്തായാലും ശരിയാക്കി തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ എന്ന്. കുറച്ച് പൈസ വരും എന്ന് പറഞ്ഞു. അതിനൊന്നും പ്രശ്നമില്ല, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കി തരാമെന്ന്. സാറിക്കൊരു ധൈര്യം തന്നതാണ് ഷർഫുദ്ദീൻ സാറ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് സാറിന് എൻ്റെ ജീവൻ തന്നെ അങ്ങോട്ട് തരികയാണ്. കാരണം എനിക്ക് ഈ ഓപ്പറേഷൻ ഇത്രയും വലിയ ഓപ്പറേഷനല്ലേ, 3 ലക്ഷത്തിൻ്റെ, അത് ചെയ്താലും വേണ്ടിയില്ല, എൻ്റെ ചെവി കേട്ടാൽ മതിയായിരുന്നു. അങ്ങനെ സാറിന് നീ ഒരു പേടി പേടിക്കണ്ട, സമാധാനിച്ചിരിക്കുന്ന ഒരു ധൈര്യം തന്നത് സാറാണ്. അതിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെക്ക് മുന്നോട്ട് പോകാൻ ജോലി ചെയ്യാനും എല്ലാത്തിനും ഒരു ധൈര്യം ഉണ്ടായി ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. പത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ന്യൂസിൻ്റെ പേരിലാണ് വന്നത്. വന്ന് നോക്കി അപ്പം ഡോക്ടറിനോട് പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ നടത്തിയാൽ കേൾവി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസത്തെ മരുന്ന് എഴുതി തന്നു. ആ മരുന്ന് കഴിച്ചതിന് ശേഷം ഓപ്പറേഷൻ തയ്യാറായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പറേഷൻ തയ്യാറായിട്ട് കുടുംബ സമേതം വന്നത്. ഞങ്ങൾ 4 പേര് വന്നു. അങ്ങനെ വന്ന് അഡ്മിറ്റായി. 5-ാമത്തെ ദിവസം ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സ്ഥലമൊക്കെ വെട്ടിക്കുറിക്കുന്നത് വിചാരിച്ചാൽ, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എന്തോ പിന്നെ ഒരു ചെറിയൊരു മയക്കം ഉണ്ടായുള്ളൂ, കൂടുതൽ ബോധം കെടുത്തുന്നുണ്ടായില്ല. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തോ ഒരു കുളത്തി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ, കൂടുതലും തോന്നില്ല. എന്തോ വെച്ചപ്പോൾ എനിക്ക് കേൾവി അപ്പം തന്നെ കിട്ടി. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, കേൾക്കുന്നുണ്ടോ എന്ന് വെച്ചു. എനിക്ക് എല്ലാം കേൾക്കുന്നുണ്ട് സാറേ, സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ കിടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കെടുത്തി കഴിഞ്ഞപ്പോൾ എന്നെ റൂമിൽ കൊണ്ട് കെട്ടി. അവിടെ നിന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ സുഖമായി. അപ്പോൾ എന്നോട് എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ് അങ്ങനെ സുഖമായി എന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. പൊക്കോ, പ്രശ്നമൊന്നുമില്ല, 1 മാസം കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി വരണം എന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്നു, സുഖമായി. ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല, പൂർണ്ണമായിട്ടും കേൾക്കാം, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷമുള്ള ബന്ധം ഞങ്ങൾ ഇന്നും തുടർന്ന് പോകണം. ഞാൻ ഡോക്ടറെ ഒരു വർഷത്തിലൊരു തവണ തന്നെ ഒന്ന് കാണും. കേരള ഗവൺമെൻറ്റിൻ്റെ ജന്മന ബധിരരായിട്ടുള്ള കുട്ടികൾക്കുള്ള ശ്രുതി തരംഗം എന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി ദക്ഷിണ മലബാറിൽ അസൻഡ് ENT ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നു. അതിൻ്റെ കേരള ഗവൺമെൻറ് എംപാനൽമെൻറ്റ് സെൻറ്ററും കൂടിയാണ് അസൻഡ് ENT ഹോസ്പിറ്റൽ. അപ്പം ഞങ്ങളവിടെ അടുത്ത് ഡോക്ടറടുത്ത് പോയി, പാലക്കാട് ENT ഡോക്ടറടുത്ത് കാണിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പെരിന്തൽമണ്ണയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ അവിടെ ഷർഫുദ്ദീൻ സാറിനെ കണ്ടു. സാറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇയറിംഗ് എയ്ഡ് വെച്ചിട്ട് ആദ്യം നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളത് നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ പേപ്പറിൽ ഇങ്ങനെ ശ്രുതിതരംഗത്തിനെ കുറിച്ച് വായിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ഒന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഗവൺമെൻറ്റിൽ ശ്രുതിതരംഗം എന്നുള്ള ഇതിൽ ഇങ്ങനെ കേൾവിയില്ലാത്ത കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഡോക്ടറായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ ഡോക്ടർ അതിൻ്റെ ഫോമും ഇതൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നു. അങ്ങനെ സാറിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ നന്നായി ഓരോ വാക്കുകളും നന്നായി സംസാരിക്കാനൊക്കെ തുടങ്ങി. The sweet memories of Ascent will linger in the minds of the thousands who found the correct answer for their ENT problems in their childhood, youth or old age at this institution. സാധാരണക്കാരെയും
പാവപ്പെട്ടവരെയും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാവിധ ENT ആൻഡ് നെക്ക് സംബന്ധമായി രോഗമുള്ള എല്ലാ പേഷ്യൻസിനും ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും പ്രഗത്ഭന്മാരായ ENT സർജന്മാരെ കൊണ്ട് നൽകുക എന്നതിനാണ് അസെൻറ്റ് ENT പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രോഗനിർണയ ആവശ്യാർത്ഥം ജർമ്മനി, USA, UK എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്ത് അവയിലൂടെ രോഗനിർണയം നടത്തി ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും മിതമായ നിരക്കിൽ നൽകുക എന്നതിനാണ് അസെൻറ്റ് ENT പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അസെൻറ്റ് ENT ഹോസ്പിറ്റൽ കേരള ഗവൺമെൻറ്റിൻ്റെ കോക്ലിയർ ഇംപ്ലാന്റേഷനിൽ അംഗീകൃത ഹോസ്പിറ്റലാണ്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡിപ്പ് സ്കീം എന്ന കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാമിനും അംഗീകൃത ഹോസ്പിറ്റലാണ് അസെൻറ്റ് ENT ഹോസ്പിറ്റൽ. ഇത് കൂടാതെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ENT സർജൻസിനുള്ള ട്രെയിനിങ് പല രൂപത്തിലും അസെൻറ്റ് ENT ഹോസ്പിറ്റൽ ഒരുക്കുന്നുണ്ട്. 2 വർക്ക്ഷോപ്പ് ENT ഡോക്ടേഴ്സിനും ജൂനിയർ ENT ഡോക്ടേഴ്സിനും ഈവൻ എക്സ്പീരിയൻസ്ഡ് ENT ഡോക്ടേഴ്സിനും കൂടിയുള്ള അക്കാഡമിക്കായിട്ടുള്ള ലൈവ് സർജറി വർക്ക്ഷോപ്പുകളും സെമിനാറുകളും റെഗുലറായിട്ട് അസെൻറ്റ് ENT ഹോസ്പിറ്റൽ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓട്ടോളജിയുടെ നാഷണൽ ഓട്ടോളജി ബോഡിയുടെ ഫെലോഷിപ്പിനുള്ള സൗകര്യം കേരളത്തിൽ ആകെ അസെൻറ്റ് ENT ഹോസ്പിറ്റലിലാണ് ഏക സെൻറ്റർ ISOയുടെ ഫെലോഷിപ്പിനുള്ള. അതോടൊപ്പം തന്നെ AOI അസോസിയേഷൻ ഓഫ് ഓട്ടോലാരിംഗോളജിസ്റ്റ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിൻ്റെ ഫെലോഷിപ്പിനുള്ള അംഗീകാരവും ദക്ഷിണ മലബാറിൽ ആകെയുള്ളത് അസെൻറ്റ് ENT ഹോസ്പിറ്റലാണ്. ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗത്തിലെ എല്ലാത്തരം നൂതന ചികിത്സകളും ഒരു ടീം വർക്കായിട്ട് പ്രഗത്ഭ ഡോക്ടർമാരും അനസ്തേഷ്യ ഡോക്ടർമാരും സർജന്മാരും അനസ്തേഷ്യ ടെക്നീഷ്യന്മാരും ബാക്കിയുള്ള എല്ലാതരം സ്റ്റാഫുകളും എല്ലാ ടെക്നിക്കൽ സ്റ്റാഫുകളുടെയും സഹായത്തോടു കൂടി ഒരു ടീമായി ജനങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ള ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. We at Ascent are sure that our efforts will ensure that this haven of hope will hold its head high for years to come. Ascent ENT Hospital, Perinthalmanna.